ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ 15-ാം തീയതി മുതൽ 31 വരെ കേരളത്തിലെമ്പാടും എല്ലാ പാർട്ടി ബ്രാഞ്ചുകളുടെയും മുൻകൈയിൽ ഭവന സന്ദർശനത്തിലാണ്. എല്ലാ വീടുകളിലും ചെന്ന് ജനങ്ങളെ കണ്ട് കേട്ട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പാർട്ടിക്കും LDF-നും കഴിയണം. LDF ഗവൺമെന്റിനെ പറ്റി, LDF-ന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി എന്തെല്ലാം നല്ലത് ഞങ്ങൾ പറഞ്ഞാലും ജനങ്ങൾക്ക് എന്തോ വിമർശനമുണ്ട്. ആ വിമർശനം അറിയണം എന്താണെന്ന്, അതെവിടെയാണ് എന്നറിയണം. അതിൽ തിരുത്തേണ്ടവയെ തിരുത്തുകയും വേണം. അത് ഇടതുപക്ഷത്തിന്റെ ഗുണമാണത്. ഇടതുപക്ഷം ജനങ്ങളെ വലിയവരെ കാണുന്ന പക്ഷമാണ്. ജനങ്ങളുടെ വിമർശനം കേട്ടുകൊണ്ടേ അതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ടവയെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരു മുൻവിധിയുമില്ലാതെ ഞങ്ങൾ ഈ പരിപാടിക്കായി ഇറങ്ങുന്നത്. ഇന്നലെ ആരംഭിച്ച ഈ ക്യാമ്പയിന്റെ അനുഭവങ്ങൾ അറിയിക്കുന്നുണ്ട് സഖാക്കൾ. എല്ലായിടത്തും വളരെ പോസിറ്റീവാണ്. സഖാക്കൾ LDF-നെ പ്രതീക്ഷയോടെ കാണുന്നു. LDF ആണ് കേരളത്തിന്റെ വഴികാട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആ LDF-ന്റെ എല്ലാ കുറവുകളും തിരുത്തിക്കൊണ്ട് പോയാൽ LDF-ന്റെ കയ്യിൽ കേരളം ഭദ്രമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് അവരുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് തിരുത്തൽ ആവശ്യമുള്ളതൊക്കെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ജനങ്ങളെ നമ്മൾ കാണുമ്പോൾ വീടുകളിൽ കയറി ചോദിക്കുമ്പോൾ പോകുമ്പോൾ തന്നെ 2-3 വീട് കയറി നമ്മൾ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാദേശികമായ വിഷയങ്ങളാണോ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത്, അത് പൊതു രാഷ്ട്രീയമാണ്? രണ്ടുമുണ്ട്. പ്രാദേശിക വിഷയങ്ങളും പറയുന്നുണ്ട്, വെള്ളം പോലുള്ള കാര്യങ്ങൾ. എന്നാൽ പൊതു വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്നലെ പത്തനംതിട്ടയിലും ഇവിടെയും പൊതുവെ പറഞ്ഞൊരു കാര്യം, ശബരിമല അത് വിശ്വാസ മനസ്സുകളെ അല്പം വ്രണപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഇടതുപക്ഷ ഗവൺമെന്റ് വേണ്ടത്ര പരിഗണിച്ചോ എന്ന ചോദ്യം അവർ ചോദിച്ചുകൊണ്ട് അതിന്റെ മറുപടി വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളുടെ ശത്രുവല്ല. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസങ്ങളെ മാനിക്കും. ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പേരും വിശ്വാസികളാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏത് മതമായാലും അവർ വിശ്വാസികളാണ്. ആ വിശ്വാസങ്ങളെ മാനിക്കാതെയും ഉൾക്കൊള്ളാതെയും പോകാൻ പറ്റില്ല. ഇടതുപക്ഷം പറയുന്നത് വിശ്വാസങ്ങളെ മാനിക്കും, പക്ഷേ വിശ്വാസങ്ങളുടെ മറ പറ്റിക്കൊണ്ട് വിശ്വാസ ഭ്രാന്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേക മതഭ്രാന്ത്. മതതീവ്രവാദം അല്ല വിശ്വാസം. വിശ്വാസം പാവനമാണ്, വിശ്വാസം മഹത്തരമാണ്. ആ വിശ്വാസങ്ങളുടെ മറ പറ്റിക്കൊണ്ടാണ് എല്ലാ മതങ്ങൾക്കുള്ളിലും വലതുപക്ഷത്തിന്റെ ഒത്താശയോടുകൂടെ തന്നെ കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി മതതീവ്രവാദം തലവെക്കുന്നത്. അതിനെ ഇടതുപക്ഷം തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണുന്നു. അതിനോട് സന്ധി ചെയ്യില്ല, തലകുനിക്കില്ല. അതിനു മുമ്പിൽ ഇടതുപക്ഷം ഉറച്ചതെന്ന് പറയുന്നു. മതങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസികളുടെ പേരിൽ കാണിക്കുന്ന ഇത്തരം ഭ്രാന്തുകളെ, തീവ്രവാദ പ്രവണതകളെ ഞങ്ങൾ ചെറുക്കും, അതിനെ പരാജയപ്പെടുത്തും. അതിലൂടെ കേരളത്തിന്റെ ഇന്ത്യയുടെയും മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കും. ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു ജോസ് കെ മാണിയോട്. പലവട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് റോഷി അഗസ്റ്റിനോട്. ഞങ്ങളുടെ എല്ലാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേരള കോൺഗ്രസിനകത്ത്, അടുത്ത സുഹൃത്തുക്കൾ. അവരെല്ലാം ഒരുപോലെ പറയുന്നു LDF വിട്ടുപോകേണ്ട ഒരു കാര്യവും ഇല്ല കേരള കോൺഗ്രസിന്. അവരെല്ലാം പറയുന്നു. ജോസ് കെ മാണിയാണ് ചെയർമാൻ. ജോസ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, LDF-ൽ നിന്നും ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് EM മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കേരള കോൺഗ്രസ് ചെയർമാൻ അങ്ങനെ പറഞ്ഞിരിക്കെ അതിനപ്പുറം പോയിട്ടുള്ള ഒരു സ്പെക്കുലേഷനെയും ഇടതുപക്ഷ ശക്തികളും LDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗൗരവമായി കാണുന്നില്ല. കേരള കോൺഗ്രസിന് സ്വന്തം വഴി അറിയാം. ആ പാർട്ടി പ്രതിനിധീകരിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളെയും കർഷക താല്പര്യങ്ങളെയുമാണ്. ആ രണ്ട് രംഗങ്ങളിലും മറ്റേത് ഗവൺമെന്റിനേക്കാളും മുന്നണിയേക്കാളും ഉറച്ച സ്റ്റാൻഡുള്ളതാണ് LDF. ന്യൂനപക്ഷങ്ങളെ എന്നും മിത്രമായി കാണുന്നുണ്ട് എല്ലാ കാലത്തും. ഇന്ത്യയിലെമ്പാടും
ഭൂരിപക്ഷ വർഗീയ ഭ്രാന്ത് പള്ളി ആക്രമിച്ചപ്പോൾ, കന്യാസ്ത്രീകളെ ആക്രമിച്ചപ്പോൾ, പുരോഹിതരെ ആക്രമിച്ചപ്പോൾ, ബൈബിൾ കത്തിച്ചപ്പോൾ അവിടെ എല്ലാം ഓടിയെത്തിയത് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷമാണ്. ആ പക്ഷത്തെ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കാം. ഞങ്ങൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ വൈരുദ്ധ്യം ഉണ്ടാക്കാൻ നിൽക്കുന്നവരല്ല. ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ യഥാർത്ഥ വിശ്വാസങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. യഥാർത്ഥ എന്ന വാക്കിന് അടിവരയുണ്ട്. അയഥാർത്ഥമായിട്ടുള്ള കാപട്യങ്ങളെ നിങ്ങൾ മാനിക്കില്ല. പക്ഷേ യഥാർത്ഥ വിശ്വാസങ്ങൾ പൂർണ്ണമായിട്ടും മാനിക്കും. അത് ഇത്രയും വർഷങ്ങളുടെ ബന്ധം കൊണ്ട് കേരള കോൺഗ്രസിനറിയാം, ജോസ് കെ മാണിക്കറിയാം. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അതുകൊണ്ട് എടുക്കാൻ പോകുന്ന തീരുമാനം 100% LDF അനുകൂലമായിരിക്കുന്നതാണ് ഞങ്ങളുടെ ബോധ്യം. ജോസ് കെ മാണി പറയുന്നത് മരണം എവിടെയുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാവുക. ആ ഒരു സ്റ്റാൻസിലേക്ക് എന്തെങ്കിലും നിലപാടിലോ അല്ലെങ്കിൽ അതിന് വ്യക്തത കുറവുണ്ടോ? എന്നല്ല അദ്ദേഹം പറഞ്ഞത്. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ്. ആ കേരള കോൺഗ്രസ് ഇവിടെയുണ്ട്, ഇവിടെ ഭരണമുണ്ട്. നാളെയും കേരള കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും, ഇവിടെ ഭരണമുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ വ്യാഖ്യാനം. മറ്റൊരു മിനിസ്റ്ററുടെ കാര്യം, നിർബന്ധിത മതപരിവർത്തനം ആരംഭിച്ചുകൊണ്ട് കാൺപൂരിൽ ഒരു മതപുരോഹിതനെ നെടുമങ്ങാട് സ്വദേശിയാണ് ഇപ്പോൾ ജയിലിലാണ്. ഈ സംഘപരിവാർ സംഘടനകളും പോലീസും എത്തിയാണ് ഒന്നിച്ച് അറസ്റ്റ് ചെയ്തത്. മന്ത്രി കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ചത്. ഇതൊക്കെയാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തവും. കല്ലയം കരകുളം കല്ലയത്ത് ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആൽബിൻ, അവിടെ CSI ചർച്ചിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആൽബിൻ 10 വർഷം കൊണ്ട് കാൺപൂരിലെ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 3 മക്കൾ, ആ 4 പേരെയും ഒരുമിച്ചാണ് ബജറംഗ് ദൾ പ്രവർത്തകർ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ കുടുംബം ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇന്നലെ ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും മോചിതമായി. എന്നാൽ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ വിഷയം കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ മാതാവ് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ CMന്റെ ഓഫീസിൽ CMന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്നലെ വൈകുന്നേരം തന്നെ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആൽബിൻ ഒരു സാധാരണ കുടുംബം. ആൽബിനോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നിരവധിയായ പാസ്റ്റർമാർ ഈ UPയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. അവരെല്ലാം മാനസികമായി വല്ലാത്ത ഉത്കണ്ഠയിലാണ്, വിഷമത്തിലാണ്. അവർ ഗവൺമെന്റിന്റെയും കോടതിയുടെയും മുന്നിലേക്ക് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മതപരിവർത്തന പ്രവർത്തനങ്ങളിലേക്കല്ല, വിശ്വാസി എന്ന നിലയ്ക്ക് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശങ്കർദാസിനെ. ഞങ്ങൾ അറിയുന്ന ശങ്കർദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല. ഇത് മാത്രമല്ല, തെറ്റൊന്നും ചെയ്യില്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അറിയാതെ വല്ല പാട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുകയാണ്, അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തെറ്റ് ചെയ്ത ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ LDFോ രക്ഷിക്കില്ല, പരിരക്ഷിക്കില്ല. പക്ഷേ ഈ പാർട്ടിക്ക് മനുഷ്യത്വമുണ്ട്. ശങ്കർദാസ് അതീവ അസുഖബാധിതനായി, തളർന്ന അവശനായി, മിണ്ടാനാകാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്, ആഴ്ചകളായിട്ട് കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിക്കൊന്നും പോകില്ല. അസുഖം ഭേദമായി ചോദ്യം ചെയ്യലിന് ശേഷം ഏതെങ്കിലും കുറ്റത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ അപ്പോൾ പാർട്ടി അതിനെ എങ്ങനെ ഗൗരവമായിട്ട് കാണണമോ അതുപോലെ കാണും. അതല്ല ഇപ്പം ചെന്ന് അദ്ദേഹത്തെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. മനുഷ്യത്വമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മനുഷ്യരുടെ പാർട്ടിയാണത്. ആ സഖാവിനെ അറിയുന്നവർക്കെല്ലാം അറിയാം. ശങ്കർദാസ് ഇത്രയും ദീർഘവർഷങ്ങളിൽ പൊതുപ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു കളങ്കമുണ്ടാക്കിയ ആളല്ല. അതിന് ഞങ്ങൾ മാനിക്കും. UDF ബൈ ഇറ്റ്സ് നേച്ചർ, അതിന്റെ ജന്മന പ്രകൃതിയ UDF അതാണ്. എല്ലാ സ്വത്തും എല്ലാ പണവും എല്ലാ സമ്പത്തും കൈയിട്ട് വരാനും കൈക്കലാക്കാനും ഒരു പണിയും കണിക്കാത്ത രാഷ്ട്രീയ പക്ഷമാണ് UDF. അത് എത്ര ഉദാഹരണം വേണം. പക്ഷെ ഞങ്ങളങ്ങനെ ആകാൻ പാടില്ല. UDF അതാകാം, പക്ഷെ UDFന് ശരിയല്ല LDF ശരി. LDF ശരി അഴിമതികളെ, അന്യായങ്ങളെ, കൈക്കൂലിയെ, കൊള്ളകളെ, ഈ പറയുന്ന എല്ലാത്തരം നീക്കങ്ങളെയും അംഗീകരിക്കാത്ത നിലപാടാണ് LDFന്റേത്.
അതുകൊണ്ട് UDF പോയ വഴിയെ LDF പോകാൻ പറ്റില്ല. എല്ലാവർക്കും സംശയമുള്ള കാര്യമല്ലല്ലോ ഇത്. എല്ലാ കാലത്തും UDF എന്ന് പറയുന്നത് അഴിമതിയാ. ക്ഷേത്രമോ പള്ളിയോ അതൊന്നും ബാധകമല്ല. എവിടെയെല്ലാം കൈയിട്ട് വരാൻ പറ്റുമോ അവിടെയെല്ലാം കൈയിട്ട് വരണം. ആണ് UDF നയം. ആ നയം LDFിലില്ല. അതുകൊണ്ടാണ് SIT അന്വേഷണം വന്നപ്പോൾ ഒരു ഘട്ടത്തിലും LDF ഗവൺമെന്റ് അതിന്റെ വഴിമുടക്കാൻ പോയിട്ടില്ല. നിർബാധം അത് മുന്നോട്ട് പോവുകയാണ്. നിർബാധം SITയുടെ പ്രവർത്തനങ്ങളെ ഗവൺമെന്റ് തെല്ലുപോലും ഇടപെട്ട് പുറകോട്ട് കൊണ്ടുപോകാനോ വഴി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അതിന്റെ ഇടതുപക്ഷം UDF ആണെങ്കിലോ അത്രയേ ഉള്ളൂ.